ഈ വാഴ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും സമയബന്ധിതമായിട്ട് കിട്ടുന്നില്ല. അത് വലിയൊരു പരാതിയായിട്ട് ജനങ്ങൾക്ക് നിൽക്കുകയാണ്. അത് രണ്ട് സർക്കാരുകളും, ഞാനിപ്പോൾ അത് രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, കർഷകനെ സംബന്ധിച്ചോളം കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയിൽ സമയബന്ധിതമായി സർക്കാരുകൾ എത്തിച്ചെങ്കിൽ മാത്രമാണ് അവർക്കത് അടുത്ത വർഷം കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. 2 ഏക്കറിൽ നേന്ത്രനും റോബസ്റ്റയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കരുവന്നൂർ എന്ന പ്രദേശത്താണ്. കർഷകരുടെ ഒരു ഏരിയ തന്നെയാണിത്. ഒരുപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഇവർ വിപുലമായ രീതിയിൽ വാഴയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാഴ കൃഷി എങ്ങനെയാണ്, ലാഭകരമാണോ, അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള കരുവന്നൂർ എന്ന പ്രദേശത്താണ്. ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളുള്ള ഒരു പ്രദേശമാണ്. അവിടെ KC ജെയിംസ് എന്ന കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് ചുറ്റും കാണുന്നത് പോലെ വാഴ കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് കൃഷികൾ പയറ്റി അവസാനം വാഴയിൽ എത്തിച്ചേർന്നത്, വാഴ കൃഷി എങ്ങനെയുണ്ട്, ലാഭകരമാണോ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. നമ്മൾ കരുവന്നൂർ വന്നപ്പോൾ ഒരുപാട് കൃഷിയില്ലേ, പച്ചക്കറി ഉൾപ്പെടെ ധാരാളം കർഷകരുള്ള ഒരു മേഖലയാണ് എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിലേക്ക് വരികയാണെങ്കിൽ 2 ഏക്കറിൽ പൂർണ്ണമായും വാഴ, പിന്നെ കുറച്ച് പച്ചക്കറി അങ്ങനെയൊക്കെ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു വാഴയിലേക്ക് എത്തുന്നത്, മറ്റ് പച്ചക്കറികളൊക്കെ വിട്ട് സജീവമായി വാഴയിലേക്ക് ഇറങ്ങുന്നത്? അതായത് പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു കൃഷിയാണ്. വാഴ കൃഷി അങ്ങനെയല്ല. വാഴ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെലവ് കൂടുതലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ടൈം അതിന്റെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ കൃഷി തിരഞ്ഞെടുക്കാനുള്ള കാരണം. കുറെ പച്ചക്കറി ചെയ്തെങ്കിലും പച്ചക്കറിയിൽ നിന്ന് മാറി കൂടുതൽ വാഴയിലേക്ക് ശ്രദ്ധിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു 20 ദിവസം 25 ദിവസം എത്തുമ്പോഴാണ് ഓരോ വാഴയ്ക്കും നമ്മൾ വളമിടുക. അപ്പൊ വളമിടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വാഴ വെച്ച് ഏകദേശം ഒരു 20 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വളം കൊടുക്കും, അതിന് മുമ്പ് കുമ്മായം കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള കൃഷിയാണ് അതിലേക്ക് ചെലവ് വരുന്നത്. അതുകൊണ്ടാണ് ആ കൃഷി കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കാരണം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വെള്ളം വരുന്ന സ്ഥലമാണ്, വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ സാധാരണ 8 മാസം കൊണ്ട് അല്ലെങ്കിൽ 9 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന രീതിയിലാണ് ഈ കൃഷിയെ വളർത്തി കൊണ്ടുവരുന്നത്. ഞങ്ങൾ ആഗസ്റ്റ് ആദ്യം അല്ലെങ്കിൽ ആഗസ്റ്റ് ഒരു 15-ാം തീയതി കൂടി വാഴ കൃഷിയിലേക്ക് ഇതിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജൂലൈ കഴിയുമ്പോഴേക്കും വെട്ടിയെടുക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം. ജൂലൈക്ക് കഴിയുമ്പോഴേക്കും മലവെള്ളം വന്നു കഴിഞ്ഞാൽ കൃഷിനാശനം സംഭവിക്കാറുണ്ട്. നന്നായിട്ട് വെള്ളം കയറുന്ന സ്ഥലങ്ങൾ. ഇതിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറേയേറെ നമുക്കത് വെട്ടിയെടുക്കാനായിട്ട് സാധിച്ചു, വലിയ നഷ്ടം വരാതെ. ഇതിലിപ്പോ നമ്മള് 3 സൈസ് വാഴയാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് നേന്ത്രവാഴയുണ്ട്, നേന്ത്രവാഴയിൽ 2 വെറൈറ്റി ഉണ്ട്. നെടുനേന്ത്രനുണ്ട്, അതുപോലെ തന്നെ തേനിയുണ്ട്, പിന്നെ റോബസ്റ്റും ഉണ്ട്, ഞാലിപ്പൂവനുണ്ട്. അങ്ങനെ 4 ഐറ്റമായിട്ട് തിരിച്ചിട്ട് വെച്ചേക്കണം. നേന്ത്രവാഴയിൽ 2 ഐറ്റവും മറ്റത് ഞാലിയും റോബസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ എല്ലാം ഒരേപോലെയാണോ വരുന്നത്? ഞങ്ങൾക്ക് വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജൂൺ തൊട്ട് മെയ് ലാസ്റ്റ് തൊട്ട് ആരംഭിക്കും. ഏതാണ്ട് ജൂലൈ അവസാനം ഏകദേശം എല്ലാം ഒരുമിച്ച് ഒക്കെ ഏകദേശം ഒരേ സമയത്താവും. പിന്നെ ഞങ്ങൾക്ക് ഒരു വിപണി ഉണ്ട്. അപ്പൊ അടുത്ത് വിപണി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ടുള്ള സൗകര്യം ഞങ്ങളുടെ തന്നെ വിപണിയാണ്. ഞങ്ങൾ VSPCക്ക് വിപണിയുണ്ട്, പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്നതൊക്കെ അവിടെ നടത്താൻ പറ്റും. പിന്നെ മൈത്രി ഞങ്ങളുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെയർമാനും കൂടിയാണ്. അപ്പൊ അതിനും ഒരു വിപണി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കടലാശ്ശേരിയിലാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിൽപ്പനയ്ക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ശരിക്കും കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കഴിയാത്തത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല വില കിട്ടും, നല്ല വില, മുന്തിയ വില കിട്ടും. പിന്നെ നല്ല ഉൽപ്പന്നങ്ങളായിരിക്കും, ജൈവ രീതിയിൽ തന്നെ നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മളോട് 90% ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊല്ലം, കോട്ടയം ആ മേഖലയിലേക്കൊക്കെ കയറ്റി അയക്കാറുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ല, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിപണി ഉള്ളതുകൊണ്ട് നല്ല മാർക്കറ്റും കിട്ടും. അതുപോലെ തന്നെ നല്ല ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന ആളുകൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. നമ്മളിവിടെ ഒരു ലേല സമ്പ്രദായമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലേല സമ്പ്രദായത്തിന് മുന്തിയ ഇനത്തിന് മുന്തിയ വില കിട്ടും. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അവർ ക്വാളിറ്റി നോക്കി വില നിശ്ചയിച്ച് എടുക്കുന്ന ഒരു രീതിയാണ്.
അപ്പൊ അതിന്റെ ഒരു ഗുണം നമുക്ക് കർഷകർക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ വാഴ ഇലയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഇല ഞങ്ങള് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസണിൽ കൊപ്ര അതുപോലെ തന്നെ ഇല കട്ട് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം കൂടി ഞങ്ങൾ ആലോചിക്കുന്നു. അതായത് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അതുപോലെ തന്നെ വാഴപ്പിണ്ടി ഉൾപ്പെടെയുള്ള നമ്മളുടെ ഒരു സാധനം നഷ്ടപ്പെടാത്ത രീതിയിൽ കർഷകന് എല്ലാ വാഴയിൽ നിന്ന് എല്ലാം ലാഭകരമാക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ചിന്തയിലാണ്. ഇത് റോബസ്റ്റ വാഴ, ഇത് നമ്മുടെ നേന്ത്രൻ അല്ല ചേട്ടാ? ഇത് റോബസ്റ്റ. നമുക്കൊക്കെ വാഴ പക്ഷെ ചേട്ടൻ കൃത്യമായി പറയുമെന്ന് കണ്ടോ ഇതെന്താണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാ പറയണേ. കണ്ടോ, ഇത് കുറച്ച് നല്ല കട്ടിയുള്ള ഇലയായിരിക്കും. പിന്നെ എന്തൊക്കെ പച്ചക്കറികളാണ് സാധാരണ നമ്മളിവിടെ പച്ചക്കറി കൃഷി ചെയ്യുക? വെണ്ട, പയറ്, കൊള്ളി, അത്രയും ഐറ്റംസ് ആണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും സൈഡായിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്തു. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ നേന്ത്രവാഴ കൃഷിയിലാണ്. ഇപ്പൊ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഏകദേശം 1200-1300 വാഴ ഈ ഒറ്റ ഫ്ലോട്ടിലായിട്ട് നമുക്ക് ഉണ്ട്. അപ്പൊ അതിനൊരു സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് നനയ്ക്കാനായാലും പണിക്കാരെ വെച്ച് ജോലി ചെയ്യാനായാലും ഒക്കെ എളുപ്പമാണ്. സാധാരണ ഓണം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വാഴ കൃഷി പൊതുവെ കണ്ടുവരാറ്. പക്ഷെ നിങ്ങളത് വ്യത്യസ്തമാണ്. ഇത് ഓണ സീസണാണ് നമ്മൾ ആദ്യമൊക്കെ ശ്രമിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഈ മലവെള്ളം വരുന്നത് കൊണ്ട് ആ സമയത്ത് കിട്ടില്ല. പക്ഷെ അതിനേക്കാൾ മുന്തിയ വില ഞങ്ങൾക്ക് ഈ ഏപ്രിൽ, മെയ്, ജൂൺ വരെ, ജൂലൈ 15-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ നല്ല വില കിട്ടാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഞാൻ വില ആദ്യം കൊടുത്തപ്പോ എനിക്ക് 65 രൂപ വെച്ച് വില കിട്ടിയിരുന്നു. പിന്നെ പതുക്കെ കുറഞ്ഞു വന്നു. ആ സ്ഥാനത്ത് ഇപ്പോ നമുക്കിപ്പോ ഇത് ഡിസംബർ ആണല്ലോ, ഒക്ടോബർ മാസത്തിൽ നമ്മുടെ കായയുടെ വില തീരെ കുറഞ്ഞു പോരുന്ന സമയമാണ്. കാരണം ഓണം കഴിഞ്ഞതിന് ശേഷം വിപണി വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് ആയിരുന്നു. 25 രൂപ 22 രൂപയായിരുന്നു വില. അപ്പൊ ആ സ്ഥിതിയിലേക്ക് വന്നാൽ കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. നമുക്ക് വേണ്ട വളം, കീടനാശിനി, അതുപോലെ തന്നെ ജൈവവളം, അതൊക്കെ വാഴക്കന്ന് ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ ഈ മൈത്രി ഞങ്ങളുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴി ഈ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർഷകരെ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ വളവും കീടനാശിനിയൊക്കെ ഇടനിലക്കാരില്ലാതെ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവർക്ക് സബ്സിഡി റേറ്റിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനം നമുക്കിപ്പോൾ നിലവിലുണ്ട്. അത് നമ്മൾ പരമാവധി കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ചെറിയൊരു ലാഭം മാത്രം എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വരുന്ന വഴി ചില തോട്ടങ്ങളിലൊക്കെ ഒരുപാട് കേടുകളൊക്കെ കണ്ടു. അപ്പൊ എന്തൊക്കെ നിങ്ങൾക്കൊരു വെല്ലുവിളി എന്തൊക്കെയാ ഈ വാഴയെ ബാധിക്കുന്ന കേടുകൾ? അതായത് ഇതില് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഓലക്കരിച്ചിൽ വരും. ഓലക്കരിച്ചിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിണ്ടിക്ക് വരെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ അത് സിഗാട്ടോ എന്ന് പറഞ്ഞ ഒരു രോഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോരുന്ന വഴിയിൽ ഒരു വാഴത്തോട്ടത്തിൽ കണ്ടത് വ്യാപകമായിട്ടായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മള് ഇതൊക്കെ അതിന്റെ ആരംഭമാണ്. അപ്പൊ ഇതിലേക്ക് നമ്മള് ഒന്നിലെ ടിൽറ്റ് അല്ലെങ്കിൽ അവര് കൃഷി ഓഫീസർമാരും മറ്റവരൊക്കെ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള മരുന്ന് ആ വാഴക്കൈയൊക്കെ ചെത്തി വെടുപ്പാക്കിയതിന് ശേഷം അത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മണ്ണിനൊരു പ്രത്യേകത ഉള്ളത്, ഇത് പുളിപ്പ് കൂടുതലുള്ള മണ്ണാണ്. അപ്പൊ നമ്മൾ ഇവിടേക്ക് ഈ ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അത് pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി വരുന്നത് ഈ കൊമ്പൻ ചെള്ളിൻ്റെയാണ്. കൊമ്പൻ ചെള്ള് സാധാരണ വരെ ഒരു 5 മാസം പിണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശല്യം ആരംഭിക്കുകയും. അപ്പം നമ്മൾ വാഴ വളരെ ക്ലീനാക്കി ചെത്തി വെടുപ്പാക്കി നിർത്തി അതിന് കൂടുതൽ വ്യാപകമായിട്ട് കണ്ടാൽ അതിനെന്തെങ്കിലും മരുന്ന് തെളിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഇത്രയും കൃഷി ഉള്ള കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് ഒരുമിച്ച് ഫ്ലോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാം. നമുക്ക് ഏകദേശം മാക്സിമം നിങ്ങൾക്ക് എത്ര കിലോ ഒക്കെ കിട്ടാറുണ്ട്? നമുക്കിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയത് 20 കിലോ തൊട്ട് താഴേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് ഒരു 15 കിലോ 16 കിലോ അത് വെച്ച് കിട്ടിയാലാണ് നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു വാഴയ്ക്ക് ഏകദേശം ഒരു 300-320 രൂപ ചെലവ് വരും. വാഴക്കന്നിന് ഒരു 20 രൂപ വരുന്നുണ്ട്. പിന്നെ ഊന്നിന് ഒരു 100-110 രൂപ വരും. പിന്നെ കൂലിച്ചെലവും വളങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 350 രൂപ ഒരു വാഴയ്ക്ക് ചെലവ്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്.
അതും കൂടി കിട്ടിയാലാണ് ഈ മേഖലയിൽ കർഷകർ നിലനിൽക്കുകയുള്ളൂ. ഓക്കെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാഴ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും സമയബന്ധിതമായിട്ട് കിട്ടുന്നില്ല. അത് വലിയൊരു പരാതിയായിട്ട് ജനങ്ങൾക്ക് നിൽക്കുകയാണ്. അത് രണ്ട് സർക്കാരുകളും, ഞാനിപ്പോൾ അത് രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, കർഷകനെ സംബന്ധിച്ചോളം കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയിൽ സമയബന്ധിതമായി സർക്കാരുകൾ എത്തിച്ചെങ്കിൽ മാത്രമാണ് അവർക്കത് അടുത്ത വർഷം കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അതിപ്പോൾ നെല്ലിലായാലും വാഴയിലായാലും പച്ചക്കറിയിലായാലും എല്ലാ മേഖലകളിലും അത് കൃഷി ഓഫീസർമാർ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനകത്ത് അവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്താലാണ് അവർക്ക് ആ കൃഷിയിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാഹചര്യം. കുറേ ആളുകൾ കൃഷിയെ മാത്രമായി ഉപജീവനമാർഗമായി ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉയർത്തെഴുന്നേൽപ്പ് എളുപ്പമല്ല. അതാണ് ഈ മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ വിളയ്ക്ക് നല്ലൊരു വില കിട്ടണം. പിന്നെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതാണ് കർഷകനെ സംബന്ധിച്ച്. നാശനഷ്ടം സംഭവിച്ചില്ല, നല്ലൊരു വില കിട്ടണമെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. വാഴ പെട്ടെന്ന് ഒരു കാറ്റ് വീഴ്ച ഒടിഞ്ഞു വീഴാൻ വെല്ലുവിളികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ 350 രൂപയും ചെലവ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കാറ്റും വെള്ളപ്പൊക്കം വരിക, അപ്പം മുഴുവൻ നശിച്ചു പോകും. അപ്പൊ അവനെ സംബന്ധിച്ച് ഇപ്പൊ 2000 വാഴ വെച്ചാൽ ഏകദേശം 350 6-7 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാത്തൊരു സ്ഥിതി വന്നാൽ അടുത്ത വർഷത്തേക്ക് അവന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോഴാണ് സർക്കാരുകളുടെ ഒരു താങ്ങ് അവർക്ക് ആവശ്യമായി വരുന്നത്. എന്തായാലും ഇതൊക്കെ നെൽ കർഷകരാണെങ്കിലും വാഴ കർഷകരാണെങ്കിലും ഒക്കെ അവരൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം. ഈ 2 ഏക്കറിൽ പൂർണ്ണമായും വാഴ, പിന്നെ കൂടുതൽ വാഴ, കുറച്ച് പച്ചക്കറിയായ രീതിയിൽ സജീവമായി കൃഷി ചെയ്യുന്നു. ഒപ്പം നമ്മുടെ മിത്ര അല്ലെ, മറ്റേ ഇത് VSPC ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ മൈത്രി ഞങ്ങളുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. അത് നമ്മളിപ്പോ 315 പേരാണ് ഇപ്പൊ നിലവിൽ നമുക്ക് മെമ്പർമാരായിട്ടുള്ളത്. മൈത്രി. ഇനിയിപ്പോ നമ്മളത് 750 വരെ ആക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി തന്നിട്ടുണ്ട്. അപ്പൊ 485 ആളെയും കൂടി നമ്മളിപ്പോ ഈ ഒരു മാർച്ചിന് മുമ്പ് തന്നെ ചേർത്ത് കുറേയും കൂടി വിപുലമായി ഇതിനൊക്കെ പ്രത്യേകിച്ച് ഇൻപുട്ട് സെന്ററുകൾ സെപ്പറേറ്റ് നമ്മൾ തുടങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പൊ മുരിയാട് സ്റ്റാർട്ട് ചെയ്യും, തൊട്ടിപ്പാളുണ്ട്, കടലാശ്ശേരി ഉണ്ട്. വിവിധ പ്രദേശങ്ങളിൽ കൂടി വ്യാപിച്ച് അവിടുത്തെ കർഷകരെയും കൂടി ഇതിനോട് യോജിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കർഷകരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട്. എന്നാലും വളരെ സന്തോഷം ജെയിംസ് ചേട്ടാ, ഇങ്ങനെ സ്വന്തമായി കൃഷി ചെയ്യുകയും മറ്റ് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത്. വിപുലമായ രീതിയിൽ തന്നെ വാഴ കൃഷി ചെയ്യുന്നു, മറ്റ് പച്ചക്കറികളും ഒക്കെയായി സജീവമായി തന്നെ പോകുന്നു. ഇനിയും ഒരുപാട് ഇത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഇനിയും ഒരുപാട് കൃഷികളുമായി സജീവമാവാൻ കഴിയട്ടെ എന്ന് ഇന്ത്യൻ വാർത്തയും ആശംസിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.